നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തറ എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക, വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ വീഡിയോസൊക്കെ ഈ ഫോറക്സിൻ്റെ ഒക്കെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. 10-18 വീഡിയോസേ ഉള്ളൂ. അപ്പോൾ ഒന്ന് രണ്ട് പേരുടെ ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ യൂട്യൂബ് വീഡിയോയിൽ പറയുന്ന ഒരു സ്ഥിരം ഡയലോഗ് ഉണ്ട്, ഒരുപാട് പേരുടെ അഭ്യർത്ഥന പ്രകാരം എന്ന് ഞാൻ പറയുന്നില്ല, ഒരാളും അഭ്യർത്ഥിച്ചിട്ടൊന്നുമില്ല, എൻ്റെ സ്വന്തം തോന്നലാണ്. നേരത്തെ ഫോറക്സിൻ്റെ ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ടൈമിൻ്റെ ചെറിയൊരു ഇഷ്യൂ കാരണമാണ് ചെയ്യാത്തത്. അപ്പോൾ എല്ലാ ശനിയും ഞായറാഴ്ചയും ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഓർക്കണം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ, ചെറിയ ചെറിയ ലാഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ ശനിയാഴ്ച എല്ലാ ശനിയാഴ്ചയും അല്ലെങ്കിൽ ഞായറാഴ്ചയും അടുത്ത ഒരു 5 ദിവസത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു ഡെയിലി വീക്കിലി ക്യാനൽ വെച്ചിട്ട് ഒരു ഫോറക്സിൻ്റെ വ്യൂ, തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ആണ് പൊതുവെ മെൻഷൻ ചെയ്ത് പോസ്റ്റ് ചെയ്യാറ്. അപ്പോൾ അതേപോലെ തന്നെ ഫോറക്സിൻ്റെ ഇപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് പുതിയ ആളുകളൊക്കെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തുക. ആഴ്ച പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ടൈമിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മോർണിംഗ് ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. അന്നെന്നുള്ളത് 24 hours അല്ല, അതുകൊണ്ടാണ് വീക്കിലി ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാർട്ട് കാണുമ്പോൾ ആദ്യമായിട്ട് ഫോറക്സിൻ്റെ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ചാർട്ട് കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നാം. ഇതെന്താണ്, ഒരുപാട് വരയും കുറിയും തലകളൊക്കെയാണ് നമുക്ക് മനസ്സിലാവാം. ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ നമുക്കത് ഈസി ആയിട്ട് തോന്നുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് 2023 മുതൽ ഞാൻ ഒരേ സ്ട്രാറ്റജി, ഒരേ ചാർട്ട്, ഒരേ കാര്യങ്ങൾ ഫോളോ ചെയ്ത് മൂവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ, മെസ്സേജ് അയച്ചിട്ട് ഇത് ഫോറക്സിൽ വർക്കൗട്ട് ആവുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ആഴ്ച തൊട്ട് ഒരു വീക്കിലി അനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിനെ പറ്റി പഠിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പഠിക്കാം, മനസ്സിലാക്കാം. ഡെയിലി ഇപ്പോൾ വീക്ക്ലി ക്യാൻഡിലാണ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിലും നിങ്ങൾക്കിത് പഠിച്ചു കഴിഞ്ഞാൽ ഡെയിലി അനലൈസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഫോറക്സിൽ മാത്രമല്ല, ക്രിപ്റ്റോ, കമ്മോഡിറ്റി, ഏത് ട്രേഡിംഗ് മേഖലയിലും നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, എൻ്റേതായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് വ്യൂവിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് നിൽക്കുന്ന ലെവലെന്ന് പറയുമ്പോൾ 22,334. ഞാൻ ഗോൾഡിൻ്റെ മാത്രമാണ് കേട്ടോ താൽക്കാലികമായിട്ട് ചെയ്യുന്നത്. ഏത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ പേഴ്സ് ഇവിടെ യൂസ് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഞാൻ ഗോൾഡാണ് മെയിനായിട്ട് വ്യൂ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതും മെജോറിറ്റി ആളുകൾ അതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ 2334 ഡെയിലി ക്യാൻഡിൽ, വൺ ഡേ ക്യാൻഡിൽ നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ, അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീപ്ലോഡ് കൂടി നമുക്ക് തുടങ്ങാം. ഇപ്പോൾ എൻ്റെ ഈ ഒരു ചാർട്ട് ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് എൻട്രി പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ചാർട്ട് ഇപ്പോൾ എടുക്കുന്നത് തന്നെ കേട്ടോ. അപ്പോൾ അതിൽ ഇപ്പോൾ വൺ ഡേ ക്യാൻഡിൽ ബേസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 22,307 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗണിലേക്ക് ഫാളായാൽ ആ മാർക്കറ്റ് 2,200 വരെ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പറഞ്ഞു, ഇതിൻ്റെ വാല്യൂസൊക്കെ ഡിഫറെൻ്റ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്, മന്ത്ലി പ്രീമിയം എടുക്കേണ്ട ചാർട്ടാണ് കേട്ടോ. ലൈവ് മാർക്കറ്റ് അവൈലബിലിറ്റിക്ക് ട്രേഡിംഗ് വ്യൂ പോലെ തന്നെ പ്രീമിയം എടുക്കേണ്ട വേറൊരു കമ്പനിയുടെ ചാർട്ടാണ്. നിങ്ങൾക്ക് പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. ചാർട്ട് യൂസ് ചെയ്തിട്ട് മറ്റുള്ളവരെടുക്കുന്ന പ്രോഫിറ്റുകളും 2023 മുതലുള്ള സ്ക്രീൻഷോട്ടുകളും യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ഫോറക്സ് അനലൈസേഷൻ എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റ് കിടപ്പുണ്ട്. അവിടെ കുറച്ച് വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് 23,000 ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം ബ്രേക്ക് ചെയ്തു താഴത്തോട്ട് പോന്നു, ഇവിടെ ക്രോസ് ഓവർ ആവണം. ഇവിടെ ക്രോസ് ഓവർ ആവുന്ന വരെ നമുക്ക് എന്താ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് തന്നെ. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോകുന്നു. പിന്നെ നോക്കാനുള്ളത് ഈ രണ്ട് ക്യാൻഡിലിൻ്റെ ഡൗണും ഇവിടെ ഒരു വൈറ്റ് ഡോട്ടും ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, ഈ ലൈൻസ് എന്തൊക്കെയാണ്, എങ്ങനെ വരുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജിയാണ് കേട്ടോ ഞാൻ മെജോറിറ്റി പഠിപ്പിക്കുന്നത്. അവിടെ മാർക്കറ്റ് റിവേഴ്സായി അടുത്ത ദിവസം മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്.
അപ്പോൾ ഈ ക്രോസ് ഓവർ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, അപ്പോഴാണ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ, എൻട്രിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ്, അതർവൈസ് മാർക്കറ്റ് മുകളിലേക്കാണെന്നുള്ളതാണ് നമ്മളുടെ തീരുമാനം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ആ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറി മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. സേഫ് ആയിട്ടുള്ള ടാർഗറ്റ് 23,395. നേരെ അവിടെ പോയി ഹൈ പോയി, ഡോജി ക്യാൻഡിലായി, അവിടെ ക്രോസ് ഓവറായി. പക്ഷേ ഈ ക്രോസ് ഓവറൊക്കെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് മുകളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ അത് 4 മണിക്കൂറിലേക്ക് ഒന്ന് ചുരുക്കി കഴിഞ്ഞാൽ ഇവിടെ ക്രോസ് ഓവറായി. ഇത് നോക്കിക്കോ, നേരെ താഴത്തോട്ട് വരും. ഇത് 4 മണിക്കൂർ വേണമെങ്കിൽ അങ്ങനെ നോക്കാം. നോക്കിയേ, താഴെ ക്രോസ് ഓവർ, കൺസോൾട്ടേഷൻ, ഗ്രീനിലേക്ക് കയറിയിട്ടില്ല, കയറാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എന്താ 4 മണിക്കൂറിന് നോക്കുമ്പോൾ 2318 കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ ഈസി ആയിട്ട് അങ്ങോട്ട് മാർക്കറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എക്സ്പീരിയൻസിലൂടെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാട്ടോ. ഞാനതിൻ്റെ ഒരു വ്യൂ ഞാൻ ഫോറക്സ് അങ്ങനെ നോക്കാറില്ല, നോക്കിയപ്പോൾ ഈസി ആയിട്ട് ആ 4 മണിക്കൂറിലൊരു മൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മാത്രം കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഇവിടെ നിന്നുള്ള ഈ ക്യാൻഡിൽ 1 ഡേയിൽ ക്രോസ് ആകുമ്പോൾ സമയം എടുക്കും, പക്ഷേ അല്ല ഹയർ ടൈം ഫ്രെയിമിൽ ലെങ്തി മൂവാണ് അവിടെ കിട്ടുന്നത്. പക്ഷേ 4 ഹവറിൻ്റെ ടൈമിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് എൻട്രി എടുക്കാനായിട്ട് പറ്റുമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 ഡേ ക്യാൻഡലിൽ എന്താ പറയണ്ടേ, ഇൻഡെക്സ് ബേസ്ഡ് ചാർട്ടാണ് ഇത്, ഹയർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുന്നത്. ഞാൻ ഒരു ചാർട്ട് കൂടെ കാണിക്കാം. അപ്പോൾ ഈ ഒരു ചാർട്ട് പ്രകാരം നമുക്ക് 2298 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആരോ ഞാനിവിടെ ഇടാം എന്തായാലും. അപ്പോൾ അടുത്ത ആഴ്ച നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. 2298 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എങ്ങോട്ടൊക്കെ പോരാം. അടുത്ത സപ്പോർട്ടിംഗ് സോൺ എന്ന് പറയുന്നത് 2206, 2165, 2142 നേരെ മറിച്ച് 2390 മുകളിൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പുതിയ ഒരു ഹൈയിലേക്ക് മാർക്കറ്റ് മൂവ് ആവാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ. ഇതാണ് ഡെയിലി ഒരു ബേസിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ അത് വീക്കിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വീക്കിലിയും എന്താണ്, ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ പോലെ ഫോം ആയിട്ടുണ്ട്. കൺസോൾട്ടേഷൻ സോണിലാണ് വീക്കിലി ക്യാൻഡിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച മാർക്കറ്റ് അപ്പിലേക്ക് പോവാം. മെജോറിറ്റി മാർക്കറ്റ് സാധാരണ രീതിയിലുള്ള ഒരു റെസിസ്റ്റൻ്റ് ഏരിയ എന്ന് പറയണത് എവിടെയാ, 2489 പോയിൻറ്റ് ഏകദേശം കേട്ടോ, ഒരു റൗണ്ട് ഫിഗർ നിങ്ങൾ കണക്ക് കൂട്ടി എടുക്കണം. 2489 വരെ മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വീക്കിലി ക്യാൻഡിലും ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു എവിടം വരെ വരും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഇത് എത്ര വരെ പോകും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു SMA ടച്ച് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താഴത്തെ സപ്പോർട്ടിംഗ് ലെവലുകൾ ഞാനൊന്ന് മെൻഷൻ ചെയ്ത് പറയാം. 2313.813, 2277.375, 2222.718, 2177.171 ഒക്കെയാണ് താഴത്തെ സപ്പോർട്ട് ഏരിയാസ്. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 2377 കൺസോൾട്ടേഷൻ സോണാണ് കേട്ടോ. അതൊരു അവിടെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. മേളിലെ റെസിസ്റ്റൻ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ 2423.127 ആണ്. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 2489 റൗണ്ട് ചെയ്ത് 2480 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. പിന്നെ മന്ത്ലി ക്യാൻഡിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിൽ മാർക്കറ്റ് അപ്പർ സൈഡാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഏത് നിമിഷവും മാർക്കറ്റ് ഡൗണിലേക്ക് പോരാം എന്നുള്ള കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ വരച്ചൊരു വര, ആ വരയുടെ ആവശ്യം ഇനി അവിടെ ഇല്ല. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മന്ത്ലി ചാർട്ട് നോക്കിയപ്പോൾ 2474.846 ടച്ച് ചെയ്യാനായിട്ട് മിച്ചം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള റെസിസ്റ്റൻ്റ് ഏരിയ അതാണ്, അല്ലെങ്കിൽ ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ നന്നായി 2474 നിങ്ങൾ ആദ്യമായിട്ട് ഇത് കാണുന്നതുകൊണ്ടാട്ടോ കുറേ ആളുകൾക്ക് നല്ല രീതിയിൽ പരിഭ്രമം വരാം.
ഞാൻ മാക്സിമം എല്ലാ ആഴ്ചയും ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. സ്ഥിരമായിട്ട് ഇതൊന്ന് വാച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ടാലി ആവത്തുള്ളൂ ഈ ചാർട്ടായിട്ട്. നിങ്ങൾ ലൈൻസ് മാത്രം നിങ്ങൾ നോക്കിയിട്ട് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂവിലോ എവിടെയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് വെക്കാം. അതനുസരിച്ചിട്ട് കാര്യങ്ങൾ വർക്കൗട്ട് ആവണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് 30 മിനിറ്റിൽ ചെറിയത് ഇപ്പം നാളത്തെ അതായത് മൺഡേയിൽ ഒരു ദിവസത്തെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ RSI 30 മിനിറ്റിലൊരു ക്രോസ് ഓവർ ആണ്. 2331 ബ്രേക്ക് ചെയ്ത ഡൗൺ ആണ്. നിലവിൽ ഒരു കൺസോൾട്ടേഷൻ സോണാണ് ഈ കാണുന്നത് ഈ ഒരു ബോക്സ്. അതായത് 2341.626ഉം 2331.968 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. അതിന് പുറത്ത് പോയാലായിരിക്കും മാർക്കറ്റിലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ വീക്കിലി പറഞ്ഞു, ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അടുത്ത കുറച്ച് 30 മിനിറ്റിൻ്റെ വെച്ചിട്ട് തിങ്കളാഴ്ചത്തേക്കും കൂടെ ഇത് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് 2341 ബ്രേക്ക് ചെയ്താൽ 2364 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇനി 2331 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എങ്ങോട്ടായിരിക്കും? 2309 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. മാർക്കറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ബസ് സ്റ്റാൻഡിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് വിട്ടാൽ അടുത്ത ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഞാനിപ്പോൾ എറണാകുളംകാരനാണ്. ഇപ്പോൾ വൈറ്റില ബെസ്റ്റ് ഹബ്ബാണ്. അപ്പോൾ ആ സ്റ്റാൻഡ് വിട്ട് മാർക്കറ്റ് മുകളിലേക്കുള്ള ആ റൂട്ടിലേക്കാണ് പോകണമെങ്കിൽ അടുത്ത ബസ് സ്റ്റാൻഡ് 2364ആണ്. താഴത്തോട്ടാണ് പോരുന്നതെന്നുണ്ടെങ്കിൽ 2309. ഈ KSRTC ബസ് സ്റ്റാൻഡ് പോലെയാണ്. അതായത് ഒരു ഡിപ്പോയിൽ നിന്ന് വണ്ടി എടുത്താൽ അടുത്ത ഡിപ്പോയിലേക്ക് കൊണ്ടുപോകണം. അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ആരും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സ് ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഓഫ് ചെയ്തിടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം ഫോറക്സ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയൊക്കെ വ്യൂ ഒക്കെ കാണുന്ന ആൾക്കാർക്ക് ഏകദേശം നല്ലപോലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയാം. ഒരു 1.5 വർഷമായിട്ട് ഈ ഒരു ചാർട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ഫോറക്സ് ഒക്കെ ഇനി കാണാൻ പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ പലതരത്തിലുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവാം. ഇത് ഈ പറഞ്ഞ പോലെ എട്ടുകാലി കൂടാണ്, ചിലന്തി വലയാണ്, ഇതെന്നാ വരകളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പലർക്കും സംശയം തോന്നാം. അതുകൊണ്ട് ഇനി കുറച്ച് കാലത്തേക്ക് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിടാം. അല്ലെങ്കിൽ നല്ല പൊങ്കാലയിരിക്കും. നമുക്കതൊന്നും താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല, നമ്മളൊരു സാധാരണക്കാരനാണ്. അപ്പോൾ എനിവേ നിങ്ങൾ ഈ ഒരാഴ്ച ഇതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യുക. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. എന്തെങ്കിലും യൂസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫോളോ ചെയ്യാം. ഈ ഒരു ചാർട്ട് റീഡിങ് എന്താണെന്ന് പഠിക്കാം. അതിൻ്റെ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഒക്കെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. അതേപോലെ തന്നെ ഞാനൊരു വീഡിയോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്ലേലിസ്റ്റ് ഇഷ്ടംപോലെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ലൈവ് വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ എനിവേ എല്ലാവർക്കും അടുത്തൊരാഴ്ചത്തേക്ക് നല്ല രീതിയിൽ ഫോറക്സിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ടൊക്കെ വിളിക്കാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആളുകളൊക്കെ ഉണ്ട്, ഒരു 10, 15, 20 പേരൊക്കെ ഈവനിങ് ടൈമിൽ ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് അനലൈസിങ്ങിലേക്കൊക്കെ വരാനായിട്ട് ഞാൻ ശ്രമിക്കാം, അവൈലബിലിറ്റി നോക്കിയിട്ട്. അതായത് ഒരിക്കലും കോളോ ടിപ്പോ അന്ന് ആരും പ്രതീക്ഷിച്ച് ലൈവ് നടത്താനായിട്ട് ആ സ്വഭാവം എനിക്കില്ല. എനിക്ക് ഡെയിലി നിഫ്റ്റിയുടെ ലൈവ് ഉണ്ട് രാവിലെ ഒരു 9 തൊട്ട് 11 മണി വരെ. അതിലും ഞാൻ കോളൊന്നും കൊടുക്കുന്നില്ല. ഒരു അനലൈസിങ്, ഒരു വ്യൂ അനലൈസ് ചെയ്ത് നമുക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നമുക്കൊരു 1 വീക്ക്, എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല, പഠിച്ചു വരണം. അപ്പോൾ ഒരു 10 പേരൊക്കെ കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു 2 മണിക്കൂറൊക്കെ വൈകിട്ട് ഫോറക്സ് ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഒരു എന്താ പറയുക, ഒരു 7 തൊട്ട് 9 വരെയോ ഒക്കെ നമുക്ക് ഇരിക്കാനായിട്ടൊക്കെ നോക്കാം, ശ്രമിക്കാം. എനിവേ, ഓൾ ദി ബെസ്റ്റ്.